ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിലെ Q ഈക്വൽ ടു NE എന്ന ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. നെറ്റ് ചാർജ് 0 ആയിട്ടുള്ള സിൽക്ക് ക്ലോത്തും ഗ്ലാസ് റോഡും എടുത്ത് സിൽക്ക് ക്ലോത്തിൽ ഗ്ലാസ് റോഡ് കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺസ് സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജും ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും കിട്ടുന്നു. ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്ക് ക്ലോത്തിലേക്ക് 3 ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ സിൽക്ക് ക്ലോത്തിൻ്റെ നെറ്റ് ചാർജ് എത്രയായിരിക്കുമെന്ന് നോക്കാം. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിനെ -e കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ഈക്വൽ ടു -e ഈക്വൽ ടു -1.6 ഇൻറ്റു 10⁻⁻19 കുളോം. ചാർജ് ഓഫ് 3 ഇലക്ട്രോൺസ് ഈക്വൽ ടു -3e ഈക്വൽ ടു 3 ഇൻറ്റു -1.6 ഇൻറ്റു 10⁻⁻19 കുളോം. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ആകുന്നത് 1 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 3 ഇലക്ട്രോൺസ് അങ്ങനെയാണ്. അല്ലാതെ 1½ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 2½ ഇലക്ട്രോൺസ് അങ്ങനെയല്ല. ദെർഫോർ n ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എങ്കിൽ ചാർജ് ഓഫ് n ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് Q ഈക്വൽ ടു -NE ഈക്വൽ ടു n ഇൻറ്റു -1.6 ഇൻറ്റു 10⁻⁻19 കുളോം. ഇനി ഗ്ലാസ് റോഡിൻ്റെ ചാർജ് നോക്കാം. ഗ്ലാസ് റോഡിൽ നിന്ന് 3 ഇലക്ട്രോൺസുകൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ ഗ്ലാസ് റോഡിൽ പ്രോട്ടോൺസ് ആണ് കൂടുതൽ. അതുകൊണ്ട് ഗ്ലാസ് റോഡിൻ്റെ നെറ്റ് ചാർജ് ഇപ്പോൾ പോസിറ്റീവാണ്. ഒരു പ്രോട്ടോണിൻ്റെ ചാർജിനെ +e കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ചാർജ് ഓഫ് 1 പ്രോട്ടോൺ ഈക്വൽ ടു +e ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 കുളോം. ചാർജ് ഓഫ് 3 protons ഈക്വൽ ടു 3 ഇൻറ്റു +e ഈക്വൽ ടു 3 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 കുളോം. If n protons are transferred from glass rod to silk on rubbing, then the net charge on glass rod Q equal to Ne equal to n into 1.6 into 10⁻⁻19 coulomb. Charge of an electron equal to -e equal to -1.6 into 10⁻⁻19 coulomb. Charge of a proton equal to +e equal to +1.6 into 10⁻⁻19 coulomb. ഒരു ഇലക്ട്രോണിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെയോ ചാർജാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജായി വരുന്നത്. അതുകൊണ്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ ചാർജ് Q ഈക്വൽ ടു +or-NE എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. വേർ n is an integer. ഒരു ഇലക്ട്രോണിൻ്റെയോ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെയോ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ടോട്ടൽ ചാർജ്. ഫസ്റ്റ് പ്രോബ്ലം. ഓൺ റബ്ബിംഗ് എ polythene piece with wool, the polythene piece gained a negative charge of 4 into 10⁻⁻6 coulomb. Calculate the number of electrons transferred from wool to polythene. ഇവിടെ ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന വാല്യൂ ടോട്ടൽ ചാർജ് Q ഈക്വൽ ടു -4 into 10⁻⁻6 coulomb ആണ്. കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് -e ഈക്വൽ ടു -1.6 into 10⁻⁻19 coulomb. നമ്മുടെ ഇക്വേഷൻ Q ഈക്വൽ ടു NE. ഇതിൽ നിന്നും n കണ്ടുപിടിക്കാൻ n ഈക്വൽ ടു Q/E എന്നെഴുതാം. Qൻ്റെ വാല്യൂ -4 into 10⁻⁻6 coulomb. ഇലക്ട്രോണിൻ്റെ ചാർജ് -1.6 into 10⁻⁻19 coulomb. Therefore n equal to -4 into 10⁻⁻6 divided by -1.6 into 10⁻⁻19 equal to 2.5 into 10⁻13. Second problem. Calculate the number of electrons in 1 coulomb of charge. ഇവിടെ ചാർജ് Q ഈക്വൽ ടു 1 coulomb. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 coulomb ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 into 10⁻⁻19 coulomb ആണെന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ 1 coulomb ഓഫ് ചാർജ് എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇവയെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ Q ഈക്വൽ ടു NE. Therefore n equal to Q/E. മുകളിലെ വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ n equal to Q/E equal to n equal to 1/1.6 into 10⁻⁻19 equal to 6.25 into 10⁻18. Third problem. A polythene piece rubbed with wool is found to have a negative charge of 3 into 10⁻⁷ coulomb. Estimate the number of electrons transferred from wool to polythene. Total charge transferred Q equal to -3 into 10⁻⁷ coulomb.
കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആണ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് -e = -1.6 × 10⁻⁻19 കുളമാണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പ്രകാരം Q = Ne ആണ്. Therefore, number of electrons transferred N = Q/E. മുകളിൽ തന്നിരിക്കുന്ന Qൻ്റെയും Eയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ N = -3 × 10⁻⁷ divided by -1.6 × 10⁻⁹ = 1.875 × 1012. Fourth problem. When a glass rod is rubbed with a silk, a charge of 1 microcoulomb appears on glass rod. How many electrons are transferred from glass rod to silk? Total charge transferred = 1 microcoulomb = 1 × 10⁻⁶ coulomb. Number of electrons transferred ആണ് കണ്ടുപിടിക്കേണ്ടത്. Elementary charge E = 1.6 × 10⁻⁹ coulomb. Quantization of charge പ്രകാരം Q = ±Ne. Therefore, N = Q/E. മുകളിൽ നൽകിയിരിക്കുന്ന വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ N = 1 × 10⁻⁶ divided by 1.6 × 10⁻⁹ = 6.25 × 1012. ഇനിയൊരു ഹോംവർക്ക് ആയാലും. If a body contains N1 electrons and N2 protons, what is the total amount of charge on the body? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇട്ടോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.